നമസ്കാരം. ജയൻ ടോക്സിലേക്ക് സ്വാഗതം. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് ദിവസങ്ങളായി. തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് വളരെ ഗഹനമായ ചർച്ചകളും വിലയിരുത്തലുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴൊരു അവിശ്വസനീയത നിലനിൽക്കുന്നു. BJPയുടെ സഖ്യകക്ഷിയായ സംഘത്തിന് അല്ലെങ്കിൽ ഇത്ര വലിയ വിജയം എങ്ങനെയാണ് BJPക്കും കൂട്ടർക്കും അല്ലെങ്കിൽ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന് ബീഹാറിൽ ഉണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു അവിശ്വസനീയത നിലനിൽക്കുന്നുണ്ട്. സത്യത്തിൽ അവിടെ ഉണ്ടായ വിജയം പലരും വിലയിരുത്തിയതുപോലെ അല്ലെങ്കിൽ പലരും അവകാശപ്പെടുന്നത് പോലെ അത് വോട്ട് കൊള്ളയാണോ, SIR ആണോ, അതോ ജാതീയ സമവാക്യങ്ങളാണോ, അതോ വാരിക്കോരി കൊടുത്ത സഹായങ്ങളാണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചർച്ച നടക്കുകയാണ്. പക്ഷേ അതിലെല്ലാം ഉപരി അവിടെ ഉണ്ടായ വേറൊരു പരാജയം, വളരെയേറെ ചർച്ച ചെയ്യപ്പെടാതെ പോയൊരു പരാജയം, പ്രശാന്ത് കിഷോറിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിക്ക് അവിടെ ഉണ്ടായ തിരിച്ചടിയാണ്. പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സുരാജ് എന്ന പാർട്ടി അതിദയനീയമായിട്ടാണ് പരാജയപ്പെട്ടത്. പ്രശാന്ത് കിഷോർ നമുക്കറിയാം 2014 BJPയെ കേന്ദ്രത്തിൽ അധികാരത്തിൽ കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ് പ്രശാന്ത് കിഷോർ. അതിനു മുമ്പ് 2011 ഗുജറാത്തിൽ നരേന്ദ്രമോദി 3ാം തവണ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ ഗുജറാത്തിൽ പലതരത്തിലുള്ള ഭരണവിരുദ്ധ വികാരങ്ങൾ നിലനിന്നപ്പോൾ അതിനെല്ലാം അതിജീവിക്കുന്ന സൂത്രവാക്യങ്ങളുമായി വന്ന് നരേന്ദ്രമോദിയെ 3ാമതും അധികാരത്തിലെത്തിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ് പ്രശാന്ത് കിഷോറാണ് 2015 നിതീഷ് കുമാറിനെ വീണ്ടും ബീഹാറിൽ അധികാരത്തിൽ കൊണ്ടുവന്നത്. പ്രശാന്ത് കിഷോറാണ് 2021 മമതാ ബാനർജിക്ക് വേണ്ടി പ്രചാരണം ക്യാമ്പയിൻ ഒരുക്കി തയ്യാറാക്കിയതും അവരെ അധികാരത്തിൽ കൊണ്ടുവന്നതും. അപ്പോൾ ഇത്രമാത്രം വലിയൊരു രാഷ്ട്ര തന്ത്രജ്ഞൻ, ഇത്രമാത്രം ഇന്ത്യൻ രാഷ്ട്രീയത്തെ അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള അല്ലെങ്കിൽ കരതലാമലകം പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൈവെള്ളയിലിട്ട് അമ്മാനമാടുന്ന പ്രശാന്ത് കിഷോർ ആദ്യമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കി ബീഹാറിൽ മത്സരിച്ചു. ജൻ സുരാജ് 243 നിയമസഭാ മണ്ഡലങ്ങളിൽ 240 മണ്ഡലങ്ങളിലും പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി മത്സരിച്ചു. ഒരിടത്ത് പോലും ജയിച്ചില്ല എന്നുള്ളത് പോട്ട് ഒരിടത്ത് പോലും കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. എന്തിന് നോട്ടയ്ക്ക് താഴെയായിരുന്നു മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും പ്രശാന്ത് കിഷോറിൻ്റെ സ്ഥാനാർത്ഥിയുടെ വോട്ട്. അപ്പോൾ ഇത്രയേറെ രാഷ്ട്രീയം അറിയാവുന്ന ഒരാൾ, ഇത്രയേറെ തന്ത്രങ്ങൾ മെനയാൻ കഴിവുള്ള ഒരാൾ, ആ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിക്ക് എന്താണ് സംഭവിച്ചത്? ഇതാണ് വാസ്തവത്തിൽ ഏറ്റവും അധികം അത്ഭുതപ്പെടുന്ന കാര്യം. കോൺഗ്രസിന്റെ പരാജയം പോലെ തന്നെ, ദയനീയ പരാജയം പോലെ തന്നെ അതിലേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് പ്രശാന്ത് കിഷോറിന്റെ പരാജയം. കാരണം പ്രശാന്ത് കിഷോർ 3 വർഷമായിട്ട് ബീഹാറിൽ തമ്പടിച്ച് കിടന്ന് പ്രചാരണം നടത്തുകയായിരുന്നു. പ്രശാന്ത് കിഷോർ ബീഹാറിൽ അങ്ങോളം ഇങ്ങോളം പദയാത്രകൾ നടത്തുകയായിരുന്നു. ഏകദേശം 3500 കിലോമീറ്റർ അദ്ദേഹം യാത്ര നടത്തി. ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് അവിടുത്തെ ജനങ്ങൾ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്? കാരണം അദ്ദേഹവും വിജയം പ്രതീക്ഷിച്ചാണല്ലോ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. പരാജയം മാത്രമല്ല, ഇത്ര ദയനീയമായ പരാജയം പ്രശാന്ത് കിഷോറിന് ഉണ്ടായെങ്കിൽ, കണക്കൂട്ടലെല്ലാം പിഴച്ചെങ്കിൽ എന്താണ് സംഭവിച്ചത്? അപ്പോൾ പ്രശാന്ത് കിഷോർ തന്നെ ഇപ്പോൾ അതിനൊരു മറുപടിയുമായി വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഈ വോട്ട് ചോർച്ചയോ വോട്ട് കൊള്ളയോ അല്ലെങ്കിൽ SIR ഒന്നുമല്ല. ഇത്ര വലിയ വിജയം ഉണ്ടായതിന്റെ കാരണം എല്ലാ കാര്യങ്ങളും സ്വാധീനിച്ചിട്ടുണ്ട്. വോട്ട് കൊള്ളയൊക്കെ ഒരു പരിധി വരെ, ഒരു 3% വരെ എന്ന് അദ്ദേഹം പറയുന്നത്. ജാതീയ സമവാക്യങ്ങൾ എക്കാലത്തെയും പോലെ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്ര വലിയ ലാൻഡ് സ്ലൈഡ് വിക്ടറി BJPക്ക് ഉണ്ടാക്കി കൊടുത്തത്, അല്ലെങ്കിൽ നിതീഷ് കുമാർ ഉണ്ടാക്കി കൊടുത്തത് ഈ വനിതകൾക്ക് കൊടുത്ത 10,000 രൂപയാണ്. ബീഹാറിൽ ഏകദേശം 1.25 കോടിയിൽ പരം വനിതകൾക്കാണ് 10,000 രൂപ വെച്ച് സർക്കാർ പ്രഖ്യാപിച്ചത്. ഇത് ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശല്ല, ഇത് സർക്കാർ ഖജനാവിലെ കാശാണ്. അപ്പോൾ സർക്കാർ ഖജനാവിലെ കാശെടുത്ത് കൈക്കൂലിയായിട്ട് പാരിതോഷികമായിട്ട് ജനങ്ങൾക്ക് കൊടുത്തിട്ട് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു വിജയമാണ് ഇതെന്ന് പ്രശാന്ത് കിഷോർ പറഞ്ഞതാണ്. സത്യത്തിൽ എല്ലാ മറ്റ് സാഹചര്യങ്ങൾക്കും അതീതമായിട്ട് ഇത്ര വലിയ ഒരു വിജയം BJPക്ക് ഉണ്ടാകാനും, ഇത്ര വലിയൊരു പരാജയം കോൺഗ്രസിനുണ്ടാകാനും, ഇത്ര വലിയ ഒരു തോൽവി പ്രശാന്ത് കിഷോറിനുണ്ടാകാനും കാരണം എന്ന് പ്രശാന്ത് കിഷോർ തന്നെ കണ്ടെത്തിയതാണ് ഇതിനകത്തെ ശരി എന്ന് എനിക്കും തോന്നുന്നു. അപ്പോൾ മറ്റൊരു നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ കേരളത്തിൽ ഏറെക്കുറെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. കേരളത്തിലെ പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള CPM ഇടത് സർക്കാർ ഇപ്പോൾ ഇതാ കുറച്ച് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു.
ആനുകൂല്യങ്ങൾ സർക്കാർ ജനങ്ങൾക്ക് നൽകുന്നതിന് ആരും എതിരല്ല. പക്ഷേ ഈ പണം എവിടെ നിന്നാണ്? ഇത് സർക്കാർ ഖജനാവിലെ പണമാണ്. ഇത് പാർട്ടിയുടെ പണമല്ല, ആരുടെയെങ്കിലും പിന്നെ നല്ല മനുഷ്യർ നൽകിയ സംഭാവനകളൊന്നുമല്ല. അപ്പം ഖജനാവിലെ പണമെടുത്ത് ജനങ്ങൾക്കുള്ള സൗജന്യമായി കൊടുക്കുകയും അല്ലെ ജനങ്ങൾക്കുള്ള പാരിതോഷികമായി കൊടുക്കുകയും അല്ലെ ജനങ്ങൾക്കുള്ള പെൻഷൻ എന്നുള്ള പേരിൽ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് അത് വോട്ടാക്കി മാറ്റുന്ന വലിയൊരു തന്ത്രം ആണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനിയുള്ള അങ്ങോട്ടുള്ള യാത്ര ഒട്ടും സുഗമമല്ല. കോൺഗ്രസ് എത്രയൊക്കെ ജനവിരുദ്ധ വികാരമുണ്ടെന്ന് പറഞ്ഞാലും എത്രയൊക്കെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറഞ്ഞാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വളരെ കഠിനമായ ഒരു യാത്രയായിരിക്കും മുന്നോട്ടുള്ളത്. ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ പാരിതോഷികങ്ങളൊക്കെ സർക്കാർ ഖജനാവിൽ നിന്നാണോ മറ്റെവിടെ നിന്നാണോ എന്ന് അറിയേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇതൊക്കെ ജനങ്ങളുടെ പണമാണെന്നും ഇതൊക്കെ ഖജനാവിൽ നിന്നെടുത്ത പണമാണെന്നും ടാക്സ് പണമാണെന്നും ഒക്കെ പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. സൗജന്യങ്ങൾക്കോ പാരിതോഷികങ്ങൾക്കോ അത് ജനക്ഷേമ പദ്ധതികളുടെ പേരിലാണെങ്കിലും അതിലെല്ലാം വോട്ട് വീഴുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇനി കോൺഗ്രസിന് ഇവിടെ വിജയിക്കാൻ ഒട്ടേറെ വിയർപ്പൊഴുക്കേണ്ടി വരും. അതുപോലെ തന്നെ ദേശീയ തലത്തിലും കോൺഗ്രസിനും കോൺഗ്രസ് ഉൾപ്പെടുന്ന മഹാസഖ്യത്തിനും അത്ര എളുപ്പമൊന്നുമല്ല വീണ്ടും ഏതെങ്കിലും സംസ്ഥാനങ്ങൾ അധികാരത്തിൽ വരിക. അവിടെയെല്ലാം ഇത്തരത്തിലുള്ള സൗജന്യങ്ങളുടെ പ്രഖ്യാപനങ്ങൾ, ആനുകൂല്യങ്ങളുടെ പ്രഖ്യാപനങ്ങൾ പല രൂപത്തിലായിട്ട് വീണ്ടും വരും. വോട്ടർമാരെ സംബന്ധിച്ച് അവരെ ഏറ്റവും സ്വാധീനിക്കുന്നത് അത് മാത്രമായിരിക്കും എന്നുകൂടി തിരിച്ചറിയുന്ന ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം.